അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂറത്ത് മറിയം എന്ന ഖുർആനിലെ ഏറ്റവും പരമപ്രധാനമായ 19-ാം അധ്യായത്തിലെ 22 തുടങ്ങുന്ന വചനങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഹമലത്ഹു ഫംതബദത് ബിഹി മകാനൻ ഖസിയ. ഫഹമലത്ഹു, അങ്ങനെ മറിയം ആ കുട്ടിയെ ഗർഭം ധരിച്ചു. ഫൻതബദത് ബിഹി, അങ്ങനെ അവർ മാറി താമസിച്ചു. മക്കാനൻ കസിയ, ദൂരമായൊരു സ്ഥലത്ത്. ഫഹമലത്ഹു ഫൻതബദത് ബിഹി മക്കാനൻ കസിയ, അങ്ങനെ അവർ ആ കുട്ടിയെ ഗർഭം ധരിച്ചു. എന്നിട്ട് അതുമായി ദൂരമായൊരു സ്ഥലത്ത് മാറി താമസിച്ചു. ഫജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖില قالت يا ليتني مت قبل هذا وكنت نسيا منسيا. فأجاءها المخاض, പ്രസവ വേദന അവരെ കൊണ്ടെത്തിച്ചു. ഇലാ ജിദ്ഇൻ നഖില, ഒരു ഈത്തപ്പഴമരത്തിൻ്റെ അടുത്തേക്ക്. കാലത്ത് അവൾ പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബല ഹാദാ, ഈ പ്രസവത്തിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വകുന്തു നസിയം മൻസിയ, ഞാൻ വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഅജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖില قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അനന്തരം പ്രസവ വേദന അവരെ ഒരു ഈത്തപ്പന മരത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ മരിക്കുകയും പറ്റെ വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഫനാദാഹാ മിൻ തഹ്തിഹാ, അപ്പോൾ അവരുടെ താഴ്ഭാഗത്ത് നിന്ന് അവരെ വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഖദ് ജഅല റബ്ബുകി, നിശ്ചയം നിങ്ങളുടെ റബ്ബ് ഉണ്ടാക്കിയിരിക്കുന്നു. തഹ്തകി സരിയ, താങ്കളുടെ താഴെ അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് ഒരു അരുവി ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു നദി ഉണ്ടാക്കിയിരിക്കുന്നു. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, അപ്പോൾ അവരുടെ താഴ്ഭാഗത്ത് നിന്നവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ അടുത്ത് ഒരു അരുവി ഉണ്ടാക്കിയിരിക്കുന്നു. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖില തുസാഖിത് അലൈകി റുതബൻ ജനിയ. വഹുസ്സി ഇലൈകി, നിങ്ങൾ കൊമ്പ് പിടിച്ച് കുലുക്കുക. ഹുസ്സി ഇലൈക്ക്, നിങ്ങൾ വലിച്ചടുപ്പിച്ച് പിടിക്കുക. ബിജിദ്ഇൻ നഖില, ഈത്തപ്പഴമരത്തിൻ്റെ കൊമ്പ് പിടിച്ച് കുലുക്കുക. തുസാക്കിത്ത് അലൈക്ക്, അപ്പോൾ അത് നിങ്ങൾക്ക് വീഴ്ത്തിത്തരും. റുതബൻ ജനിയ, പഴുത്ത് പാകമായ പഴം. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖില തുസാക്കിത്ത് അലൈകി റുതബൻ ജനിയ, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഈത്തപ്പന മരം പിടിച്ച് കുലുക്കുക, എന്നാൽ
ഇത് നിങ്ങൾക്ക് പാകമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും. ഫകുലീ, നിങ്ങൾ ഭക്ഷിക്കുക. ഫകുലീ വശ്രബീ വകർരീ ഐന ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ ഫകുലീ ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. വകുലി, നിങ്ങൾ തിന്നുക. വശ്രബി, കുടിക്കുക. വകരി ഐന, കുഞ്ഞിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുക. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, മനുഷ്യരിൽ ആരെയെങ്കിലും കാണുകയാണെങ്കിൽ ഫകൂലി, നീ അവരോട് പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, നിശ്ചയം ഞാൻ എൻ്റെ റഹ്മാനായ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തിരിക്കുന്നു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, അതുകൊണ്ട് ഒരാളോടും ഇന്ന് ഞാൻ സംസാരിക്കുകയില്ല തന്നെ. ഫകുലീ വശ്രബീ വകർരീ ഐന ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ ഫകുലീ ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. എന്നിട്ടത് തിന്നുകയും കുടിക്കുകയും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുകയും ചെയ്യുക. ഇനി മനുഷ്യരിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പറയണം, കരുണാനിധിയായ അള്ളാഹുവിന് മൗനവ്രതം അനുഷ്ഠിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഒരാളോടും ഇന്ന് ഞാൻ സംസാരിക്കുകയില്ല തന്നെ. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു ഖാലൂ യാ മറിയമു ലഖദ് ജീതി ശൈഅൻ ഫരിയാ. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു, അനന്തരം അവർ ആ കുട്ടിയെ എടുത്തുകൊണ്ട് തൻ്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു. ഖാലൂ യാ മറിയമു ലഖദ് ജീതി ശൈഅൻ ഫരിയാ, കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, യാ മറിയമു, ഏ മറിയമേ, ലഖദ് ജീതി ശൈഅൻ ഫരിയാ, മഹാ ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു ഖാലൂ യാ മറിയമു ലഖദ് ജീതി ശൈഅൻ ഫരിയാ, അനന്തരം അവർ ആ കുട്ടിയെ എടുത്തുകൊണ്ട് തൻ്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു. അവർ പറഞ്ഞു, ഓ മറിയമേ, മഹാ ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. യാ ഉഖ്ത ഹാറൂൻ, ഓ ഹാറൂൻ്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല. വമാ കാനത്ത് ഉമ്മുക്കി, നിന്റെ ഉമ്മയായിരുന്നില്ല. ബഗിയ, ദുർനടപ്പുകാരിയായിരുന്നില്ല. എന്താ അവർ പറഞ്ഞത്? യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത്ത് ഉമ്മുകി ബഗിയ. ഓ ഹാറൂൻ്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യാ. ഫഅശാറത് ഇലൈഹി, അപ്പോൾ മറിയം കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. ഖാലു, അപ്പം ജനങ്ങൾ ചോദിച്ചു, കൈഫ നുകല്ലിമു, ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായിട്ടുള്ളവനോട്. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ. അപ്പോൾ അവർ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു,
ജനങ്ങൾ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? കാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. കാല, അപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് വേദം നൽകപ്പെട്ടിരിക്കുന്നു. വജഅലനി, എന്നെ അവൻ ആക്കിയിരിക്കുന്നു, നബിയ, പ്രവാചകനാക്കിയിരിക്കുന്നു. കാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ. തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി പറഞ്ഞു, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എനിക്കവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസ്വാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. വജഅലനി മുബാറകൻ, അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും. വഔസ്വാനി ബിസ്വലാ, അവൻ എന്നോട് നിസ്കാരം കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വസ്സകാത്തി, സകാത്ത് കൊണ്ടും. മാദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസ്വാനി ബിസ്വലാത്തി വസ്സകാ മാദുംതു ഹയ്യ. ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കുകയും ജീവിക്കുമ്പോഴെല്ലാം നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നെ വസിയത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. വലം യജ്അൽനി, എന്നവൻ ആക്കിയിട്ടില്ല, ജബ്ബാറൻ ശഖിയാ, നിർഭാഗ്യവാനായ അഹങ്കാരിയാക്കിയിട്ടില്ല. വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, എന്നെ അവൻ സ്വന്തം മാതാവിന് നന്മ ചെയ്യുന്നവനാക്കിയിരിക്കുന്നു, അവൻ എന്നെ നിർഭാഗ്യവാനായ അഹങ്കാരിയാക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. വസ്സലാമു അലയ്യ, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടായിരിക്കും, രക്ഷയുണ്ടായിരിക്കും. യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസവും. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടായിരിക്കും. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടായിരിക്കും. ذلك عيسى بن مريم قول الحق الذي فيه يمترون. ذلك عيسى بن مريم, അതാണ് മറിയമിൻ്റെ മകൻ ഈസ. ഖൗലൽ ഹക്കില്ലദീ, ഖൗലൽ ഹക്ക്, ഇത് സത്യമായ വാക്കാണ്. അല്ലദീ ഫീഹി യംതറൂൻ, ഇതിലാണ് അവർ ഭിന്നിക്കുന്നത്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. മാ കാന ലില്ലാഹി, അള്ളാഹുവിന് യോജിച്ചതല്ല. അൻ യത്തഖിദ മിൻ വലദിൻ, ഒരു കുട്ടിയെ ഉണ്ടാക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നത്. സുബ്ഹാനഹു,
അവൻ്റെ പരിശുദ്ധി എത്രയോ ഉന്നതമാണ്, എത്രയോ പരിശുദ്ധനാണവൻ. ഇതാ കഥാ അമ്രൻ, ഒരു കാര്യമെങ്ങാനും അവൻ ഉദ്ദേശിച്ചാൽ, ഫ ഇന്നമാ യക്കൂലു ലഹു, നിശ്ചയം അവൻ അതിനോട് പറയും, കുൻ, നീ ഉണ്ടാവുക, ഫയക്കൂൻ, അപ്പം അതുണ്ടാകും. ഈ 2 ആയത്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ذلك عيسى بن مريم قول الحق الذي فيه يمترون. അതാണ് മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം. ഇത് സത്യമായ വാക്കാണ്, ഇതിലാണ് അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല. അവൻ എത്രയോ പരിശുദ്ധനാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുക മാത്രമാണ് അവൻ ചെയ്യുന്നത്, അപ്പോൾ അതുണ്ടാകുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ദൈവമാണെന്നും അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയം ദൈവത്തിൻ്റെ മാതാവാണെന്നും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ, അതേസമയം മറിയം വ്യഭിചാരത്തിലൂടെയാണ് ഈസാ നബിയെ ജനിപ്പിച്ചതെന്ന് യഹൂദികൾ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംശയവും അഭിപ്രായ ഭിന്നതയും രൂക്ഷം. അതിനിടെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നാണ് ഈ ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയുന്നത് മറിയം ഒരിക്കലും വ്യഭിചാരിണിയായിരുന്നില്ല. അവർ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗർഭിണിയായതാണ്. അങ്ങനെ നിർദ്ദേശത്തിലൂടെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് അള്ളാഹുവിന് കഴിയും. അതാണ് അള്ളാഹു പറയുന്നത്, ഇതാ കഥാ അമ്രം ഫൈന്നമാ യഖൂലു ലഹു കുൻ ഫയക്കൂൻ. താനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകുമെന്ന് പറയും, അപ്പോൾ ഉണ്ടാകലാണ്. അതാണ് അള്ളാഹുവിൻ്റെ രീതി. അള്ളാഹുവിന് അതിന് കഴിവുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഈ ആധുനിക കാലത്ത് പോലും അവരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഈ വചനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് പോലും ഒരു പെണ്ണ് വിവാഹം കഴിക്കാത്തൊരു എന്താ പറയുക, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായി. അവൾക്ക് ഭർത്താവില്ല, വിവാഹം കഴിച്ചിട്ടില്ല, ആരാന്നൊന്നും അറിയില്ല. ഇപ്പം അധികം എല്ലാവർക്കും ബോയ് ഫ്രണ്ടൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ അവനും തിരഞ്ഞാൽ മതിയല്ലോ. അക്കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പം ഇങ്ങനെ മറിയം ഗർഭിണിയായപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താ? അവർ വിചാരിക്കുന്നതെന്നാ, പടച്ചോനെ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ ഞാൻ നസിയെ മനസ്സിയായി പോയാൽ മതിയായിരുന്നു എന്നൊരു ഭാഗത്ത് മറിയം ആലോചിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും കിട്ടുന്നു. പക്ഷേ പിന്നെ ഈ സമൂഹം വന്ന് ചോദിക്കുന്നു, എന്താ മറിയമേ നീ പേച്ചു പോയോ? എന്താ നിനക്ക് പറ്റിയേ? നിൻ്റെ ഉപ്പ ഇങ്ങനെയായിരുന്നില്ലല്ലോ, ഉമ്മ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു നോക്കണം നമ്മൾ. അപ്പം അവിടെ നിന്ന് ഒരു വിഭാഗം ആ മറിയമിനെ തന്നെ ഒരു വിഭാഗം പിന്നീട് എന്ത് ചെയ്ത് ഈസാ നബിയെ ദൈവമാക്കി മാറ്റി. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ മാതാവായി മറിയമിനെ അവരോധിച്ചു. അതാണത്രേ ക്രിസ്തുവിൻ്റെ അനുയായികൾ. ഇവർക്ക് 2 കൂട്ടർക്കുള്ള മറുപടിയാണ്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് ഈ ആയത്തിലൂടെ ഖുർആൻ വിശദീകരിക്കുന്നത്. അള്ളാഹു നേരിന് നേരായി മനസ്സിലാക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്.
1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.